പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ തഴഞ്ഞ് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചതോടെയാണ് NSSന്റെ മന്നം ജയന്തി ആഘോഷം വിവാദമായത്. ചെന്നിത്തല NSSന്റെ പുത്രനാണെന്ന് സുകുമാരൻ നായർ പ്രഖ്യാപിച്ചു. വി ഡി സതീശിന് ഇത് മറ്റൊരാഘാതമായി. ജീവിതത്തിലെ സൗഭാഗ്യ നിമിഷമെന്നായിരുന്നു ചെന്നിത്തലയുടെ മറുപടി. ശ്രീ രമേശ് ചെന്നിത്തലയെ വിളിച്ചത് കോൺഗ്രസ് എന്നുള്ള മുദ്രയിലല്ല. ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിൻ്റെ സ്വന്തതയാണ്. NSSന്റെ ഒരു പുത്രനാണ്. സംഘടനയിലെ ഒരാൾ എന്നുള്ള നിലയിൽ ഒരു തരത്തിൽ ജന്മസ്ഥാനത്ത് നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ അതല്ലെന്ന് പറയാൻ ഒക്കുമോ? അങ്ങനെയാണ് അദ്ദേഹം ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ളത്. മന്നം ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോഴാണ് ചെന്നിത്തലയെ സുകുമാരൻ നായർ വാനോളം പുകഴ്ത്തിയത്. ഇതിനുള്ള ചെന്നിത്തലയുടെ മറുപടി ഇങ്ങനെ: എൻ്റെ ജീവിതത്തിൽ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എന്നെ സഹായിച്ചതും എനിക്ക് അഭയം തന്നതും NSS ആണ് എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷം. ഈ മണ്ണുമായി അത്രമാത്രം ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ആ ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയാത്തതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 11 വർഷങ്ങൾ മുമ്പ് താക്കോൽ സ്ഥാന പരാമർശത്തിന്റെ പേരിലാണ് ചെന്നിത്തലയുമായി സുകുമാരൻ നായർ തെറ്റിയത്. തന്നെ ഒരു സമുദായത്തിന്റെ ബ്രാൻഡാക്കാൻ ശ്രമിക്കേണ്ടെന്നായിരുന്നു അന്ന് ചെന്നിത്തലയുടെ മറുപടി. എന്നാൽ പഴയ കാര്യങ്ങൾ മറന്ന് താൻ NSSന്റെ സ്വന്തം പുത്രൻ തന്നെയാണെന്ന് ചെന്നിത്തല മന്നം ജയന്തി ആഘോഷത്തിൽ ഊന്നിപ്പറഞ്ഞു. വി ഡി സതീശനെ ഒഴിവാക്കിയാണ് ചെന്നിത്തലയെ മന്നം ജയന്തി ആഘോഷത്തിലേക്ക് NSS ക്ഷണിച്ചത്. ഇതുവഴി കോൺഗ്രസ് നേതൃത്വത്തിനുള്ള സന്ദേശമാണ് NSS നൽകുന്നത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.